അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായി. എന്നുവെച്ചാൽ സമയം കിട്ടുന്നില്ല, അതൊക്കെ തന്നെയാണ് കാരണം. പിന്നെ എൻ്റെ വീഡിയോസ് ഒന്ന് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കമൻറ്റും എൻ്റെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. എന്നെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ഒക്കെ ഇടാനൊരു തോന്നലുണ്ടാവും. അപ്പം നമ്മുടെ ആഷ്മിയുടെ ബർത്ത്ഡേയുടെ ആ ചെറിയൊരു ചടങ്ങ്, ചെറിയ രീതിയിലുള്ളൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. ഞാനിത് ഷോർട്ട് വീഡിയോയ്ക്ക് എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം എന്നും കരുതി എടുത്ത വീഡിയോ ആയിരുന്നു. പക്ഷേ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കിനും തോനെയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതങ്ങ് ലോങ് വീഡിയോ ആക്കി കളയാം. കാരണം കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോ കൂടെ ഒക്കെ ഇടണമല്ലോ. അപ്പം നമ്മുടെ ആഷ്മിയുടെ 11ാമത് ബർത്ത്ഡേ ആണ്. ഈ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഷ്മിക്ക് ഭയങ്കര സംഭവമാണ്. ഓരോരുത്തർക്കും അവരുടെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും ആഷ്മി അങ്ങനെയല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടുത്ത ബർത്ത്ഡേക്ക് എന്തൊക്കെ വേണമെന്ന് ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി. നമ്മളെക്കാട്ടിലും അവൾക്ക് നല്ല ഓർമ്മയാണ് കേട്ടോ. മാസങ്ങൾക്ക് മുമ്പേ തൊട്ടേ ഇന്നതൊക്കെ വേണം, ഇന്ന രീതി വേണം എന്നൊക്കെ ഉള്ള ഒരു നിർബന്ധമുള്ള ഒരു കൂട്ടത്തിലാട്ടോ. അത് അത്യാവശ്യം ചെറിയ രീതിയിലാണെങ്കിലും ഒരു കേക്കൊക്കെ മേടിച്ച് പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹക്കാരി കേട്ടോ. ഞങ്ങളത് അവിടെ കൂടെ നിൽക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ലച്ചുവിന് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഫുഡൊക്കെ മേടിച്ച് കൊടുക്കും, എന്തെങ്കിലും കേക്ക് കട്ട് ചെയ്യണം എന്നൊന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ആഷ്മിക്ക് അങ്ങനെയല്ല. ആഷ്മിക്ക് ഇഷ്ടപ്പെട്ട കേക്ക് വാങ്ങണം, ആഷ്മിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, അവൾക്കടെ ഇഷ്ടം എന്ന് വെച്ചാൽ അവളങ്ങനെ വലിയ രീതിയിലൊന്നുമല്ല പറയുന്നത്, ചെറിയ രീതിയിൽ നമ്മളെയും കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങളാണ് അവൾ പറയുന്നത് കേട്ടോ. പിന്നെ ബർത്ത്ഡേക്ക് തൊട്ടപ്പുറത്തെ കൂട്ടുകാരികളെല്ലാം വിളിക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം, അവരുടെ കൂടെ ഉണ്ടാവണം ബർത്ത്ഡേ ദിവസം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമാണ് അവൾക്ക് കേട്ടോ. അങ്ങനെ ദാണ്ട കൂട്ടുകാരികളെല്ലാവരുടെ കൂടി ബർത്ത്ഡേയുടെ എല്ലാം ഒന്ന് ഒരുക്കി വെച്ചു, എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കിനും ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സന്ധ്യ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ദാണ്ട ഫുഡ് വീട്ടിൽ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡും കൊണ്ട് അകത്തോട്ട് കയറുന്നതിന് മുന്നേ അടുത്ത സർപ്രൈസ് കേട്ടോ. അത് ആഷ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, ആഷിക. അപ്പം ആഷികയെ ബർത്ത്ഡേക്ക് വിളിക്കണം എന്നൊക്കെ ആഷ്മി ഇതുപോലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് നമ്മുടെ പുതിയ വീട് അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കിനും നമുക്ക് ചിലപ്പം പുതിയ വീട്ടിലോട്ട് മാറാൻ പറ്റുമല്ലോ. അപ്പം നമുക്ക് അവിടെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാം, അപ്പം നമുക്ക് കൂട്ടുകാരിയെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും വിളിക്കാതെ ഉണ്ട് കൂട്ടുകാരി വന്ന് അവൾക്ക് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുത്തപ്പോഴത്തേക്കിനും ആഷ്മി ഭയങ്കര ഹാപ്പിയായി കേട്ടോ. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കിനും ദാണ്ട കേക്കൊക്കെ വൈകിട്ട് തന്നെ കൊണ്ടു തന്നു. എല്ലാം ഹോം ഡെലിവറി ആണല്ലോ, അപ്പോൾ നമ്മളെങ്ങും പോവണ്ട. അങ്ങനെ ദാണ്ട അമ്മയും കൊച്ചച്ഛനും കുഞ്ഞമ്മയൊക്കെ റേഷൻ കട പൂട്ടിയിട്ട് വരുന്ന സമയം നോക്കിയാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല കേട്ടോ. മുമ്പേ നമ്മൾ ബലൂണൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന നേരം അത് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരി അവരുടെ അമ്മയുടെ വീട്ടിൽ പോയി. അപ്പോൾ അവൾ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ട് ആഷ്മിക്ക്. എന്തായാലും കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്തു. അവൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതിന് വരും അവൾ കട്ട് ചെയ്ത് അവൾ തന്നെ വായി വെച്ച് കഴിക്കും കേട്ടോ. ഇത്രയും കേക്കിൻ്റെ ഭ്രാന്തുള്ളൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ ക്രീം കേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടങ്ങ് ഭ്രാന്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ 5-6 പേര്, ഞങ്ങളുടെ വീട്ടിലുള്ളവരും പിന്നെ തൊട്ടപ്പുറത്തെ അവിടെ കൊച്ചു കൂട്ടുകാരികളും അത്രയ്ക്കുള്ള, പിന്നെ ചേച്ചിയുടെ മക്കൾ അത്രയൊക്കെ ഉള്ളായിരുന്നു. വേറെ ആരും നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ ഒരു സെലിബ്രേഷനൊന്നുമില്ല. ആഷിക്ക് ഇത്രയും മതി. ആഷ ഹാപ്പിയാണ് കേട്ടോ. കാത്തും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുറേയും കൂടെ ഹാപ്പി ആയേനെ. ഇത്രയും കാര്യങ്ങൾ മതി. ഇത്രയൊക്കെ നമ്മളെയും കൊണ്ടൊരു സാധാരണക്കാർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. അവരുടെ ഒരു സന്തോഷം കാണുകയും ചെയ്യാം. അങ്ങനെ ആഷ്മിക്ക് തൻ്റെ ട്യൂഷൻ വീട്ടിൽ നിന്ന് കുറച്ച് കുഞ്ഞു ഗിഫ്റ്റൊക്കെ കിട്ടിയത് അടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്തത് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമാണ്. ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നേരത്തെ കൊടുത്തു കഴിഞ്ഞായിരുന്നു ഗിഫ്റ്റൊക്കെ കേട്ടോ. കൂട്ടുകാരികളും അപ്പോൾ കാത്തുമൊക്കെ നേരത്തെ വന്നപ്പോഴേ ഒരു ചെറിയൊരു വാച്ചൊക്കെ സമ്മാനമായിട്ട് കൊടുത്തു. പിന്നെ ആഷിക നേരത്തെ കൊണ്ട് കൊടുത്തു. പിന്നെ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, അത് വേറൊരു കാര്യം. പിന്നെ ലച്ചു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കാനായിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിയായിരുന്നല്ലോ. അത് സർപ്രൈസ് ചെയ്യാനങ്ങ് പൊളിച്ചായിരുന്നു. അപ്പോൾ ആഷ്മിക്ക് അറിയാം എന്തോ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് ലച്ചു, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ കണ്ടിട്ടില്ല, ഗിഫ്റ്റ് വാങ്ങിയെന്നറിയാം, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏതാണ്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഓരോരോ പീസായിട്ട് എല്ലാവരും കൊടുക്കാനായിട്ട് നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. ഞങ്ങൾ ഇതുവരെ മേടിക്കുന്നിടത്തുനിന്ന് വാങ്ങിയതല്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കേക്കിന്. എല്ലാവരും എല്ലാവരും പറഞ്ഞു നല്ല കേക്കായിരുന്നു ഇത്. അങ്ങനെ പിന്നെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു തോനെയും കേക്കൊന്നും കഴിക്കേണ്ട, ഫുഡ് വരുത്തി വെച്ചിരിക്കുന്നത് വേസ്റ്റാക്കാൻ പറ്റത്തില്ല.
കാരണം എല്ലാവരും കേക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് അങ്ങനെ കഴിക്കത്തില്ലല്ലോ. ഞാൻ ഈ പുറത്തെ ഫുഡ് കുഴിമന്തി അൽഫാം കാര്യങ്ങളൊന്നും ഞാൻ അമ്മ ഒന്നും കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഈ പിള്ളേരും ഇവരൊക്കെ വേണം തിന്ന് തീർക്കാനായിട്ടിത്. അങ്ങനെ ഞാൻ പറഞ്ഞു കേക്കൊക്കെ കുറച്ച് കേക്ക് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വയറങ്ങ് ഇതാവത്തില്ലേ, സ്തംഭിക്കുന്നൊരു തരത്തില്ലേ. അങ്ങനെ കേക്ക് തീറ്റയൊക്കെ നിർത്തി കേട്ടോ. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അപ്പോൾ നാളെ എടുക്കാമല്ലോ. നാളെയും കൂടെ എടുക്കും, പിറ്റേന്നും കൂടെ എടുക്കും. അത് നാളെയും കൂടെ ഉള്ളൂ, കുറച്ചുകൂടെ ഉള്ളായിരുന്നു. നമ്മളിന്ന് പ്രാവശ്യം ചെറിയ കേക്കാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു കേക്ക് പറഞ്ഞിട്ട് 3-4 ദിവസം ഫ്രിഡ്ജ് വെച്ചിരുന്ന് ശരിക്കും എല്ലാവർക്കും കൊടുത്ത് വെച്ചും ഇച്ചിരി വേസ്റ്റായിപ്പോയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ചെറിയൊരു കേക്കാണ് വാങ്ങിച്ചത്, ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്തു. ബാക്കി നാളെയും കൂടെ ഇച്ചിരി ഉപയോഗിക്കാമെന്നും കരുതി. അങ്ങനെ നല്ല കൂട്ടുകാരികൾ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. ഇട്ടിരിക്കുന്ന കമ്മൽ എല്ലാം ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പം ട്യൂഷൻ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല കൂട്ടുകാരികൾ കൊടുത്തെന്നും. അപ്പം ഇതൊക്കെ കണ്ട് അവിടെ നിൽക്കുന്ന അനു കൊണ്ട് കൊടുത്തതാണ്. ഇത് നമ്മുടെ കാത്തു നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഇല്ലാത്ത കൂട്ടുകാരിയും, അപ്പം കാത്തു കൊടുത്തിട്ട് പോയ ഗിഫ്റ്റാണ്. ഏതാണ്ട് ഈ വാച്ച്. പിന്നെ ആഷിക കൊണ്ട് കൊടുത്തത് ഒരു ടെഡി ബിയർ ആയിരുന്നു, നല്ല ഭംഗിയുള്ള ഒരു ടെഡി ബിയർ. ബർത്ത്ഡേ അന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്ന പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അവർക്ക് അതിൻ്റെ ഇങ്ങനെയൊക്കെ ഏതാണ്ട് ആഷിയുടെ മുതൽ സന്തോഷം നോക്കിയാൽ അവർക്കിതൊക്കെ മതി. അവർ ഭയങ്കര ഹാപ്പിയാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ കിട്ടുമ്പോഴത്തേക്കിനും. അപ്പം ആ ഒരു സന്തോഷം, അവളുടെ ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ലച്ചു ഇതുപോലെ സർപ്രൈസായിട്ട് മേടിച്ച് വെച്ചത് കേട്ടോ. പറ്റിയില്ല, അത് പൊളിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ലച്ചുവിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് പൊളിഞ്ഞു പോയത്. അപ്പം ലച്ചുവിൻ്റെ ഗിഫ്റ്റും പൊട്ടിച്ചു. ലച്ചുവിൻ്റെ ഗിഫ്റ്റാണ് ആഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ചോക്ലേറ്റ്. കുറേ ചോക്ലേറ്റ് ഉണ്ടായതുകൊണ്ട് അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കേട്ടോ. വേറൊന്നും കൂടി ചേച്ചിയുടെ സ്നേഹം കൊണ്ടൊന്നും അല്ല, ചേച്ചി മേടിച്ചതിനകത്ത് ചോക്ലേറ്റ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്. അപ്പം ആഷ്മിക്ക് ഇഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ലച്ചു വാങ്ങിച്ചത് കേട്ടോ. കുറഞ്ഞ അവളുടെ പോക്കറ്റ് മണിയെല്ലാം കൂടെ കുട്ടി വെച്ചിട്ട് ചെറിയൊരു എമൗണ്ടിന് പിന്നെ അവൾ തന്നെ വാങ്ങിയതാണത്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട, അവളൊരു ചോക്ലേറ്റ് ഭ്രാന്തിയാണെന്നറിയാം, അതുകൊണ്ടാണ് കുറേ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ പാക്ക് ചെയ്തുകൊണ്ടുവന്ന് കേട്ടോ. പറയുമായിരുന്നു അവൾ കൊണ്ടുവന്നതായിരുന്നു ഭയങ്കര ഇഷ്ടമൊക്കെ പറഞ്ഞാൽ കെട്ടി പിടിച്ച് പരസ്പരം ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കിട്ടിയ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റെല്ലാം അൺബോക്സ് ചെയ്തു. പിന്നെ ഏതാണ്ട് ചോക്ലേറ്റ് എല്ലാം പറക്കി വെക്കുവാണ് കേട്ടോ. ലച്ചു എടുത്ത് അടിച്ച് മാറ്റിയ ചോക്ലേറ്റ് വരെ കേട്ടോ മേടിച്ച് വെക്കുന്നുണ്ട് ആഷ്മി. ലച്ചു എടുത്ത് 1-2 ചോക്ലേറ്റ് അടിച്ച് മാറ്റിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കുന്ന സമയമായി. നമ്മൾ അൽഫാം മന്തിയാണ് വരുത്തിയിരുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ ഒക്കെ ആകുമ്പോഴേ നമ്മളിത് വാങ്ങത്തുള്ളൂ കേട്ടോ. അല്ല നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ ഫുഡൊന്നുമില്ല, വല്ലപ്പോഴും നമ്മളെന്തെങ്കിലും വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. എന്നാലും കഴിക്കുവേ, സ്ഥിരം കഴിപ്പില്ല, ഇതെല്ലാം ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ. അങ്ങനെ അൽഫാം മന്തിയാണ് വാങ്ങിയത്. അപ്പം പിള്ളേർ മാത്രം കഴിക്കണം. അപ്പം ചേച്ചിയുടെ മക്കളാണെങ്കിൽ കൊണ്ടുപോയി പാഴ്സൽ കൊണ്ടുപോയി കേട്ടോ. അവർക്ക് വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള സമയമില്ലായിരുന്നു. അങ്ങനെ പിള്ളേർ മാത്രം കഴിക്കുകയാണ് കേട്ടോ. വലിയവരെന്ന് പറഞ്ഞാൽ ഞാനും അമ്മയൊന്നും കഴിക്കത്തില്ല. ഞങ്ങളുടെ കൊച്ചച്ഛനും കുഞ്ഞമ്മയൊക്കെ ഉണ്ട്, അവരൊക്കെ ഒരു 8-9 മിനിറ്റല്ലേ കഴിക്കത്തുള്ളൂ. അപ്പം പിന്നെ പിള്ളേർക്കെല്ലാം ഫുഡ് കൊടുക്കുകയാണ്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഷ്മിയുടെ ഫേവററ്റ് ഫുഡാണ്. ബർത്ത്ഡേക്കാരിയുടെ ഇഷ്ടം നോക്കി വേണമല്ലോ അന്നത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ. അങ്ങനെ പുള്ളിക്കാരി തന്നെ പറഞ്ഞതാണ് അൽഫാം മന്തി മതി എന്നുള്ളത്. അങ്ങനെ ഉണ്ട് എന്തോരം ഇഷ്ടമാണെന്നറിയാമോ പിള്ളേർക്ക്. ഈ മയോണൈസ് കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ മതി, സത്യം പറയാമല്ലോ. എന്തായാലും ഇവർ 3 പേരേ ഉള്ളായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ട് ഈ അനുവിനൊന്നും മയോണൈസ് ഇഷ്ടമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കൊച്ചു മയോണൈസ് ഇഷ്ടമല്ല എന്ന് പറയുന്നത് കേൾക്കുന്നത്. സാധാരണ പിള്ളേരുടെ എല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഈ മയോണൈസ് എന്ന് പറയുന്നത്. അപ്പം ആഷ്മിയുടെ ഈ വർഷത്തെ ബർത്ത്ഡേ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ വീഡിയോസ് കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. എന്നിട്ട് ഈ വീഡിയോയ്ക്ക് കമൻറ്റും ലൈക്കും ഒക്കെ തരണം കേട്ടോ. എന്തെങ്കിലും വീഡിയോസ് ഇടാനൊരു നമുക്കൊരു ഉത്സാഹമുള്ളത് കൊണ്ടാട്ടോ.